ഏത് നിർണായക ഘട്ടത്തിലും നമ്മെ ശാക്തീകരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന പലരും പിന്മാറുകയും ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറയുവാനിടയായിത്തീർന്നു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 31-ാം വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. അതെ, ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവവചനം ശക്തിയോടെ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടുന്നത് വളരെ ആവശ്യമാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മെ തകർത്ത് കളയുവാൻ, വിശ്വാസത്തിൽ നിന്ന് നാം താറുമാറായി പോകത്തക്കവണ്ണം നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുവായവൻ വിവിധങ്ങളാകുന്ന പരിശോധനകളും പ്രതിസന്ധികളും നമുക്കെതിരെ ഉയർത്തി വിടുമ്പോൾ അതിൻ്റെ നടുവിലെല്ലാം ദൈവകൃപയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് അനുദിനവും കൃപയ്ക്കുമേൽ കൃപയും ധൈര്യത്തിനുമേൽ ധൈര്യവും നിലനിർത്തേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പകരപ്പെടേണ്ടുന്നത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. അതെ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം കുഴഞ്ഞു പോകും, ക്ഷീണിച്ചു പോകും. സദൃശ്യവാക്യം 24-ന്റെ 10. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിൻ്റെ ബലം നഷ്ടം തന്നെ. പിന്നെയും നാം അപ്പോസ്തലപ്രവൃത്തി 4-ന്റെ 13 പഠിക്കുമ്പോൾ അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. അതെ, ഇന്ന് നാം ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ, ജീവിത സാഹചര്യത്തിൽ നാം യേശുവിനോടുകൂടെ ഉള്ളവർ എന്ന് ലോകം അറിയേണ്ടിയിരിക്കുന്നു. നമ്മളിലെ ശക്തി, നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന അത്യന്ത ശക്തി, ദൈവ കൃപയുടേതാകുന്ന ശക്തി, അത് പുറം ലോകം അറിയത്തക്കവണ്ണം, യേശുവിൻ്റെ നാമത്തിന് സാക്ഷ്യം കരയേറ്റുവാൻ തക്കവണ്ണം ദൈവാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ട് അനുദിനവും നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ നാം ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല, പിന്നെയോ ശക്തിയോടും കൃപയോടും ആത്മധൈര്യത്തോടും കൂടെ അനേകായിരങ്ങളെ ദൈവത്തിനു വേണ്ടി ആദായപ്പെടുത്തുന്നവരും ദൈവകൃപയിൽ നിർത്തുന്നവരും ആയിത്തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തും. അതുകൊണ്ട് നാം ധൈര്യമായി ദൈവകൃപയിൽ മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.